ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പുട്ടുണ്ടാക്കുന്നത് കുട്ടിപ്പുട്ടില്ല, ചിരട്ടപ്പുട്ട് അതുണ്ടാക്കുന്നത് കാണിച്ചു തരുന്നതാണ്. ഇത് തേങ്ങ സാധാരണ നമ്മൾ പുട്ട് പൊടി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് തേങ്ങ ചിരണ്ടിയത് കുറച്ച്, പിന്നെ നമ്മൾ നേന്ത്രപ്പഴം ഇല്ലേ അതൊന്ന് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചതാണ്. എന്നിട്ട് ഇതൊക്കെ നേന്ത്രപ്പഴം ചെറിയ കഷ്ണമാക്കിയത്, പിന്നെ നമ്മൾ ആ പുട്ടിൻ്റെ ഇത് ഇട്ടതിൻ്റെ ശേഷം അതിൽ കുറച്ച് ആദ്യം ചിരണ്ടിയ തേങ്ങ ഇല്ലേ അതൊന്നും ഇടണം. അതിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പഴം വെക്കാം മുറിച്ചത്, അത് കുറച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം പുട്ടുപൊടിയില്ല അതൊന്ന് നിറച്ച് വെക്കാൻ. പിന്നെ അതും ഇട്ടതിൻ്റെ ശേഷം പിന്നെയും അതിൻ്റെ മുകളിൽ കുറച്ച് നേന്ത്രപ്പഴം മുറിച്ചത് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ ഒന്നും കൂടി ഇട്ടേക്ക്. അല്ലെങ്കിൽ ഒരു ലെയർ ഇടുന്നുണ്ടെങ്കിൽ ഒരു ലെയർ ഇടാം, 2 ലെയർ ഇടുന്നുണ്ടെങ്കിൽ മേലെയും താഴത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇടാം. അത് നമ്മളെ ഇഷ്ടമാണ് കേട്ടോ, കുറച്ച് വെച്ചാലും ശരി കുറേ വെച്ചാലും. പിന്നെ അതിൻ്റെ മേലെ ചിരണ്ടിയ തേങ്ങ ഇട്ടിട്ട് മൂടിയിട്ട് കുക്കറിൻ്റെ കാറ്റ് നമ്മൾ വെയിറ്റ് വെക്കുന്നില്ല തൊപ്പി, ആ സ്ഥലത്ത് ആ കാറ്റ് നല്ല കുറച്ച് ചൂടായതിൻ്റെ ശേഷം അതിൽ വെച്ചേക്ക്. ഇപ്പം ഇതിൻ്റെ പിടിയൊന്ന് പൊട്ടിപ്പോയതാണ്, കറുത്ത പിടിയൊന്നുണ്ട് ഇതിന്. ഇതൊരു 100-150 ഉറുപ്പ്യ ഉണ്ടാകാൻ അധികം, അതിൻ്റെ മേലെ വരില്ല, അത്രയേ ഉള്ളൂ. വേഗം ചെയ്യാം, നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തേക്ക് വേഗം ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈസി ആയിട്ട് കഴിക്കുക. ചെയ്തിട്ട് ഇതിലെ പച്ചപ്പയർ എന്നിവ വേവിച്ചിട്ട് അങ്ങനെയല്ല, ഇറച്ചി മസാല ഉണ്ടെങ്കിൽ ഇറച്ചി മസാല ഇട്ടിട്ട് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അയക്കി. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എനിക്ക് ഒരു 200-100 കൂടി വരുന്നില്ല. ഓക്കെ, താങ്ക് യു.